മിഡിൽ ഈസ്റ്റിൽ സംഘർഷസാധ്യതകൾ വീണ്ടും ഉയരുകയും ഇറാന്റെ ഭാവി നേതൃത്വത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ശക്തമാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇറാനിലെ അധികാരവൃത്തങ്ങളിൽ ഒരു നിർണായക ചോദ്യം വീണ്ടും ഉയർന്നിരിക്കുകയാണ്. ആയത്തുള്ള അലി ഖമേനിക്ക് ശേഷം ഇറാനെ നയിക്കുക ആരാകും? ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പരമോന്നത നേതാവെന്ന സ്ഥാനം രാജ്യത്തിന്റെ രാഷ്ട്രീയവും സൈനികവും മതപരവുമായ ശക്തികളുടെ കേന്ദ്രമായതിനാൽ അതിന്റെ പിൻഗാമിയെക്കുറിച്ചുള്ള ഓരോ സൂചനയും ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പതിറ്റാണ്ടുകളായി ഇറാന്റെ സുരക്ഷാ, നയതന്ത്ര, ഭരണ സംവിധാനങ്ങളുടെ ഹൃദയഭാഗത്ത് പ്രവർത്തിച്ച അലി ലാരിജാനിയുടെ പേര് വീണ്ടും ശക്തമായി ഉയർന്നുവരുന്നത്. ഇറാനിലെ അധികാരസ്ഥിരതയും ഭരണതുടർച്ചയും ഉറപ്പാക്കാനുള്ള തന്ത്രപരമായ നീക്കങ്ങളുടെ ഭാഗമായാണ് അദ്ദേഹത്തിന്റെ ഉയർച്ചയെ പല നിരീക്ഷകരും വിലയിരുത്തുന്നത്. രാജ്യത്തിന്റെ അടുത്ത രാഷ്ട്രീയ അധ്യായം എഴുതപ്പെടാൻ പോകുന്നുവെന്ന സൂചനയായി ഇത് വായിക്കപ്പെടുന്നു. പതിറ്റാണ്ടുകളായി ഇറാന്റെ സുരക്ഷാ ചിന്താഗതിയും നയതന്ത്ര നീക്കങ്ങളും ആഭ്യന്തര അധികാര സമവാക്യങ്ങളും നിരീക്ഷിച്ച് രൂപപ്പെടുത്തിയിട്ടുള്ള വ്യക്തിയാണ് ലാരിജാനി. സൈനിക പശ്ചാത്തലത്തിൽ നിന്നാരംഭിച്ച് പാർലമെന്റിന്റെ പരമോന്നത സ്ഥാനത്തേക്കും ദേശീയ സുരക്ഷാ സംവിധാനത്തിന്റെ ഹൃദയത്തിലേക്കുമെത്തിയ അദ്ദേഹത്തിന്റെ യാത്ര ഇറാന്റെ രാഷ്ട്രീയ ചരിത്രവുമായി തന്നെ ചേർന്നു നിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ടുതന്നെ ഇന്ന് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ വ്യക്തിപരമായ രാഷ്ട്രീയ ഉയർച്ചയേക്കാൾ കൂടുതലായി ഒരു രാജ്യത്തിന്റെ ഭാവി നേതൃത്വ ക്രമീകരണങ്ങളെക്കുറിച്ചുള്ള സൂചനയായി വായിക്കപ്പെടുകയാണ്. ആഗോള ശക്തികൾ മിഡിൽ ഈസ്റ്റിനെ പുതിയ സംഘർഷരേഖകളിലൂടെ വിലയിരുത്തുമ്പോൾ ഇറാൻ മറ്റൊരു ഭാഷയിലാണ് തന്റെ സന്ദേശം നൽകുന്നത്: സ്ഥിരത, തുടർച്ച, അനുഭവം. ആ സന്ദേശത്തിന്റെ മുഖമായി വീണ്ടും ഉയർന്നുവരുന്ന പേരാണ് അലി ലാരിജാനി. പ്രതിസന്ധിയുടെ നിഴലിൽ രൂപം കൊള്ളുന്ന പുതിയ രാഷ്ട്രീയ അധ്യായത്തിന്റെ ആരംഭരേഖയിൽ നിൽക്കുന്ന നേതാവെന്ന നിലയിലാണ് ഇന്ന് അദ്ദേഹം വിലയിരുത്തപ്പെടുന്നത്. ഇറാന്റെ അധികാര കേന്ദ്രത്തിൽ ശാന്തമായി പക്ഷേ നിർണായകമായി സ്വാധീനം വർദ്ധിപ്പിക്കുന്ന ഒരാൾ. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വിശ്വസ്തരിൽ ഒരാളായി ദീർഘകാലം പരിഗണിക്കപ്പെട്ട ലാരിജാനി രാജ്യത്തിന്റെ അധികാരഘടനയിൽ പ്രത്യേക സ്ഥാനം ഉറപ്പിച്ച വ്യക്തിയാണ്. വർദ്ധിച്ചുവരുന്ന പ്രാദേശിക സംഘർഷങ്ങളും നേതൃത്വത്തെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഭരണനിരയിലെ പരിചയസമ്പന്നരായ വ്യക്തികളെ മുന്നോട്ടുകൊണ്ടുവരുന്നത് ഇറാൻ സ്വീകരിക്കുന്ന സുരക്ഷാ സമീപനത്തിന്റെ ഭാഗമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഒരു പ്രതിസന്ധികാലത്ത് ഭരണതുടർച്ച ഉറപ്പാക്കാൻ തയ്യാറാക്കിയിരിക്കുന്ന നേതൃത്വ ശൃംഖലയിൽ ലാരിജാനിക്ക് നൽകിയ പ്രാധാന്യം രാജ്യത്തിന്റെ സ്ഥാപനങ്ങൾ വ്യക്തികളിൽ മാത്രം ആശ്രയിക്കാതെ പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നുവെന്ന സന്ദേശം നൽകുന്നു. 1957-ൽ ഇറാഖിലെ നജാഫിൽ ജനിച്ച ലാരിജാനി മതപരവും ബൗദ്ധികവുമായ പാരമ്പര്യമുള്ള ഒരു ഇറാനിയൻ കുടുംബത്തിലാണ് വളർന്നത്. പിന്നീട് കുടുംബം ഇറാനിലേക്ക് മടങ്ങിയപ്പോൾ ഇസ്ലാമിക് വിപ്ലവാനന്തര കാലഘട്ടത്തിൽ രൂപം കൊണ്ട പുതിയ രാഷ്ട്രീയ സംവിധാനവുമായി അദ്ദേഹം അടുപ്പം പുലർത്തി. ഗണിതശാസ്ത്രവും കമ്പ്യൂട്ടർ ശാസ്ത്രവും പഠിച്ചതിനുശേഷം തത്വശാസ്ത്രത്തിൽ ഉയർന്ന പഠനം പൂർത്തിയാക്കിയ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ പശ്ചാത്തലം ഇറാനിയൻ രാഷ്ട്രീയ രംഗത്ത് അപൂർവമായ ബൗദ്ധിക സംയോജനമായി വിലയിരുത്തപ്പെടുന്നു. സാങ്കേതികവും തത്വശാസ്ത്രപരവുമായ ചിന്താഗതികൾ ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന നേതാവെന്ന നിലയിലാണ് പലരും അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലൂടെയായിരുന്നു. ഇറാൻ-ഇറാഖ് യുദ്ധകാലത്ത് രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളിൽ പ്രവർത്തിച്ച അനുഭവം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ദൃഷ്ടികോണിനെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായിരുന്നു. യുദ്ധാനുഭവം അദ്ദേഹത്തെ ശക്തമായ ദേശീയ സുരക്ഷാ സമീപനത്തിലേക്കാണ് നയിച്ചതെന്ന് ഇറാനിയൻ വിശകലനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. പിന്നീട് ഗവൺമെന്റ് സംവിധാനങ്ങളിലേക്ക് മാറിയ അദ്ദേഹം വിവിധ ഭരണപദവികൾ വഹിക്കുകയും രാജ്യത്തിന്റെ ഔദ്യോഗിക പ്രക്ഷേപണ സ്ഥാപനമായ IRBയുടെ തലവനായി പ്രവർത്തിക്കുകയും ചെയ്തു. മാധ്യമങ്ങളും നയതന്ത്രവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിയ നേതാവെന്ന പ്രതിച്ഛായ ഈ കാലഘട്ടത്തിലാണ് രൂപം കൊണ്ടത്. 2000ങ്ങളിൽ ലാരിജാനി ഇറാന്റെ ദേശീയ രാഷ്ട്രീയത്തിന്റെ പ്രധാന കേന്ദ്രത്തിലേക്ക് ഉയർന്നു. സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ സെക്രട്ടറിയായും രാജ്യത്തിന്റെ ആണവ ചർച്ചകളിലെ പ്രധാന പ്രതിനിധിയായും പ്രവർത്തിച്ച അദ്ദേഹം പശ്ചാത്തല ശക്തികളുമായുള്ള കടുത്ത ചർച്ചകളിൽ ഇറാന്റെ നിലപാട് സംരക്ഷിച്ച വ്യക്തിയായി അറിയപ്പെട്ടു. രാജ്യത്തിന്റെ സുരക്ഷയും സ്വയംഭരണാവകാശവും സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന ഇറാന്റെ വാദം അന്താരാഷ്ട്ര വേദികളിൽ അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് നിർണായകമായിരുന്നു. 2008 മുതൽ 2020 വരെ ഇറാനിയൻ പാർലമെന്റിന്റെ സ്പീക്കറായി സേവനമനുഷ്ഠിച്ച അദ്ദേഹത്തിന്റെ കാലഘട്ടം
നിയമനിർമ്മാണ സ്ഥാപനത്തിന്റെ സ്ഥിരമായ പ്രവർത്തനത്തിന്റെയും രാഷ്ട്രീയ ഏകോപനത്തിന്റെയും കാലമായി കണക്കാക്കപ്പെടുന്നു. വ്യത്യസ്ത രാഷ്ട്രീയ വിഭാഗങ്ങൾക്കിടയിൽ സംവാദം നിലനിർത്താൻ കഴിവുള്ള യാഥാർത്ഥ്യവാദി നേതാവെന്ന പേരാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചെങ്കിലും പിന്നീട് അയോഗ്യനാക്കപ്പെട്ടത് ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ സങ്കീർണതകളെ പ്രതിഫലിപ്പിച്ചു. എന്നിരുന്നാലും അതിലൂടെ അദ്ദേഹത്തിന്റെ സ്വാധീനം കുറഞ്ഞുണ്ടായില്ല. 2025-ൽ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ സെക്രട്ടറിയായി വീണ്ടും നിയമിച്ചപ്പെട്ടത് ഇറാന്റെ സുരക്ഷാ നയരൂപീകരണത്തിൽ അദ്ദേഹത്തിന്റെ നിർണായക സ്ഥാനത്തെ വീണ്ടും ഉറപ്പിച്ചു. അമേരിക്കയുമായും ഇസ്രായേലുമായും സംഘർഷസാധ്യതകൾ ഉയരുന്ന സാഹചര്യത്തിൽ പരിചയസമ്പന്നനും തന്ത്രപരമായ ചിന്താഗതിയുള്ള നേതാവിനെയാണ് ഭരണകൂടം മുന്നിലെത്തിച്ചത് എന്ന് ഇറാനിലെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. വിദേശ സമ്മർദ്ദങ്ങളും സാമ്പത്തിക ഉപരോധങ്ങളും സുരക്ഷാ വെല്ലുവിളികളും ഒരേ സമയം നേരിടുന്ന രാജ്യമായി ഇറാൻ പരിചയസമ്പന്നരായ നേതാക്കളിലൂടെ തീരുമാനമെടുക്കൽ പ്രക്രിയ ഉറപ്പാക്കാൻ ശ്രമിക്കുന്നുവെന്നതാണ് ഈ രാഷ്ട്രീയ നീക്കങ്ങൾ നൽകുന്ന പ്രധാന സന്ദേശം. അതുകൊണ്ട് അലി ലാരിജാനിയുടെ കഥ ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ ജീവിത ചരിത്രം മാത്രമല്ല, പ്രാദേശിക സംഘർഷങ്ങളും ആഗോള രാഷ്ട്രീയ തന്ത്രവും തമ്മിൽ സ്വയംഭരണവും നാഷണൽ സ്ഥിരതയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യത്തിന്റെ ഭരണപരമായ പരിണാമത്തിന്റെ പ്രതിഫലനമാണ്. ഇറാന്റെ രാഷ്ട്രീയ സംവിധാനത്തിൽ തുടർച്ചയും നിയന്ത്രിത മാറ്റവും ഒരുമിച്ച് നിലനിർത്താനുള്ള ശ്രമത്തിന്റെ പ്രതീകമായി അദ്ദേഹം ഇന്ന് വീണ്ടും ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നു.